ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലു മനിതൻ എന്നാണ് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടൊരു 10 months ആയി. അപ്പം ഈ 10 monthsൽ നമുക്ക് യൂസർ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നോർമലി നമ്മൾ പറയുന്ന എല്ലാ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള പോരായ്മകളും ആ പോരായ്മകൾ എങ്ങനെ നികത്താം എന്നുള്ളതും ഒക്കെയാണ് നമ്മളിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിൻലി നമുക്ക് ഈ വണ്ടി അറിയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വണ്ടിയാണ്. അതറിയാം, എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഡോമിനർ 400 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, ഇത് കുറച്ച് ചെറിയ ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറുത് ഇനി നമ്മൾ അപ്കമിങ് വീഡിയോസിൽ 1 by 1 ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജിൻ്റെ കാര്യം പറയാം. ഞാനിപ്പം ഇവിടുന്ന് ഒരു 278 kilometers ഡിഫറൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കോഴിക്കോട് ബോർഡറാണ്, പെരിങ്ങാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ട മാതിരി തന്നെ പെരിങ്ങാവ് എന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു മിനി കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് വന്നതാണ് നമ്മളിന്ന് രാവിലെ. നമ്മളെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് നമ്മൾ നിൽക്കുന്നത് ഈറോഡാണ്, തമിഴ്നാട്. അപ്പം അവിടേക്ക് പോകുമ്പോഴുണ്ടാവുന്ന മൈലേജിൻ്റെ വേരിയേഷൻസ് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുമ്പം അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. നേരെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു വഴി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാഷണൽ ഹൈവേ കിട്ടും. അപ്പം 3 തരത്തിലുള്ള രീതിയിലുള്ള മൈലേജാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു നാഷണൽ ഹൈവേ സൈഡിലൊക്കെ വരുമ്പോൾ എനിക്കൊരു 35 വരെ കിട്ടാറുണ്ട്. അതൊരു 90 km/h പോകുമ്പോഴാണ് 35. അത് നേരെ 60ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 വരെ എത്താറുണ്ട്. പക്ഷെ അത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതായത് ഒരു 400cc ബൈക്ക് വെച്ചിട്ട് നമ്മളൊരു 60 km/h പോകാറുള്ളത് എന്തായാലും നമ്മളെ മൈൻഡിന് അത് സെറ്റാവില്ല. അപ്പോൾ എന്തായാലും ഒരു 90 പിടിക്കേണ്ടി വരും. 90 പിടിച്ചിട്ടായിരിക്കും അത്ര ലെങ്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആ ലെവൽ നോക്കുമ്പോൾ ഒരു 35 കിലോമീറ്റർ മൈലേജാണ്, 35 കിലോമീറ്ററാണ് മൈലേജ് വരുന്നത്. പിന്നെ കുറച്ചൊരു ഇൻ ബിറ്റ്വീൻ സിറ്റിയും അല്ല നാഷണൽ ഹൈവേ അല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഒരു പോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സിറ്റിയിലേക്ക് വരുമ്പോൾ 27 ഈ ലെവലിലാണ് മൈലേജിൻ്റെ കിട്ടുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ വണ്ടി വരുന്നത് BS6 ആണ്. എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല ഒരു 30 കിലോമീറ്റർ സ്പീഡിനുള്ളിൽ നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ജെർക്കിങ് ഉണ്ടായിരുന്നു, ഒരു കുത്തൽ മിസ്സിങ് പോലെ. പിന്നെ വണ്ടി ഓഫായി പോകുന്നു. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഗിയർ ഇടുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ടക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓഫാകും. അപ്പം അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോകെ ഒരു സെക്കൻഡ് സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് ക്ലിയറായി വന്നിട്ടുള്ളത്. ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല. എന്നാലും ഒരു 30 കിലോമീറ്ററിന് ബിലോ വരുമ്പം അതൊരു കുത്തിക്കളിക്കലുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ലെങ്ത്ത് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് അധികം യൂസ് ഇല്ലായിരുന്നു. അപ്പം വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി വരെ നോക്കിയതാണ്. എന്താ വെച്ചാൽ തീരെ വണ്ടി യൂസില്ലാത്ത വണ്ടീൻ്റെ കുഴപ്പമുണ്ടല്ല, എനിക്ക് യൂസ് ഇല്ലാതെ നിന്നിരുന്നു. ഒരു 5 monthsൻ്റെ അടുത്ത് നമ്മൾ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഈ റോഡിലേക്ക് മാറിയതിന് ശേഷമാണ് പിന്നെ ബൈക്കിൻ്റെ യൂസ് അത്രയും വന്നിട്ടുള്ളത്. അപ്പം നോക്കുമ്പോൾ ഇങ്ങനൊരു വണ്ടി അത്യാവശ്യമാണ്. നമുക്കൊരു ലോങ് റൈഡിനും കാര്യങ്ങൾക്കൊക്കെ ഒരു CC ഉള്ള വണ്ടി നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ പോരായ്മകൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പോരായ്മകളെന്ന് പറയുമ്പം വലിയ പോരായ്മകളല്ല, വണ്ടി എത്രയോ അടിപൊളിയാണ്, നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഒരു 2.6 പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ സെക്കൻഡ് സർവീസ് ചെയ്തത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് സീറ്റിംഗ് പൊസിഷനിൽ നമുക്ക് നോക്കുമ്പം ഒന്ന് കുറച്ചുകൂടി ഹൈറ്റ് വന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ബാർ റൈസർ വെച്ചു.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോഡ് ജേണിയിൽ ഇപ്പോൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ടൂറിങ് എഡിഷനാണ് വണ്ടി. അപ്പോൾ അതിൽ നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ കേസ് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ഫോണിൻ്റെ ഹോൾഡർ നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് മറ്റേ വയർലെസ് ചാർജർ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ വരുമ്പോൾ കാണാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ വണ്ടി നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ലൈറ്റ് ഉണ്ടാവില്ല. ലൈറ്റിൻ്റെ അഭാവത്തിൽ നമുക്ക് ഈ ഹെഡ് ലൈറ്റിൻ്റെ ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ്. അതൊരു സ്ട്രെയിറ്റ് ആയിട്ടാണ്, നമുക്ക് വൈഡായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ വളവിലേക്കൊക്കെ പോകുമ്പം നമുക്ക് ഈ സൈഡിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് സൈഡുകളിലേക്ക് നമുക്ക് എങ്ങനെ എന്താണെന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോഗ് ലാമ്പ് വെച്ചിരിക്കുന്നതാണ്. ഫോഗ് ലാമ്പ് വലിയ കോസ്റ്റൊന്നുമില്ല, ഒരു അറൗണ്ട് 1200 സംതിങ്ങിനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കൊണ്ടോട്ടി തന്നെ നമ്മളൊരു അങ്കിളുടെ ഷോപ്പുണ്ട്, അപ്പോൾ അവിടുന്ന് തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പം ഞാനും വൈഫും കൂടിയാണ് പോകാറ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാം ക്യാരി ചെയ്ത് പോകാം. ഓബ്വിയസ്ലി നമ്മളൊന്നെങ്കിൽ ബാഗ് വെച്ചിട്ട് ബാക്കിൽ ക്യാരിയറിൽ കെട്ടേണ്ടി വരും. ഇതിന് ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് ക്യാരിയർ വരുന്നുണ്ട്, വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാരിയർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ഒരു ബേസ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പ് ബോക്സ് വെച്ചിട്ടുള്ളത്. ഇതൊരു 45 ലിറ്റർ ടോപ്പ് ബോക്സാണ്. 45 ലിറ്റർ ടോപ്പ് ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസും ഹാർഡ് ഡിസ്ക് ബോക്സും പേഴ്സും കാര്യങ്ങളും ഉള്ളൂ. നമ്മൾ ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ജാക്കറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫാണ് സംഭവം. പിന്നെ നമുക്ക് വലിയൊരു യൂസ്ഫുൾ പറഞ്ഞാൽ നമുക്കിത് ഊരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഹെൽമെറ്റ് നിർത്തി ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ഊരി താഴത്തേക്ക് പോകും. കണ്ടില്ലേ, ഇത് ഇനി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഇതിലേക്ക് പോകാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതേമാതിരി ഊരി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പം വലിയ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ, നമുക്ക് പുറത്ത് പോയി നമ്മളൊരു സ്ഥലത്ത് നൈറ്റ് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോട് വെച്ച് പോകുന്നത് സേഫ്റ്റി ആയിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളിത് ഇങ്ങനെ തന്നെ ഊരിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഈ വരുന്ന ഈ ഒരു ഗാഡിയിലേക്ക് ഇവിടെയുള്ള ഈ ഒരു നോബ്, ഈ നോബിലേക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് വെച്ചു. നേരെ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീയിലൂടെ നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഞാനിതിൽ നോർമലി നമ്മളെ വ്ളോഗുകളിലെല്ലാം ഡോമിനറിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും പറ്റിയിട്ടും പറയാറുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും അത് റിപ്പീറ്റഡ് ആണ്. ഞാൻ എൻ്റെ വണ്ടിയിലുള്ള കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് എനിക്ക് എന്തൊക്കെ അനുഭവപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ 400cc ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. അതിന് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഓക്കെയാണ്. ഫ്രണ്ട് ബ്രേക്ക് നല്ല പെട്ടെന്ന് നമുക്ക് ABS ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നിർത്താൻ പറ്റുന്നതാണ്. പക്ഷേ ബാക്ക് ബ്രേക്ക് അത്രത്തോളം ഒരു പെർഫോമൻസ് തരുന്നില്ല. പിന്നെ നമ്മൾ ഈ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും ഞാൻ മാറ്റിയിട്ടുണ്ട്. 390ൻ്റെ ഡ്യൂക്ക് 390ൻ്റെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് മാറ്റി തന്നെ വേണം. അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലിവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കുമ്പോൾ കുറച്ചും കൂടി വിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ബെൻഡ് വരുന്നതിനെ കൊണ്ട് തന്നെ 390ൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ഫിംഗറിലോ 2 ഫിംഗറിലോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ക്ലച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റബിൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5 എല്ലാ മോഡലുകളുണ്ട്. അതിൽ 1 ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈലേജിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മൈലേജിൻ്റെ ഒരു ഇഷ്യൂസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഒരു 400cc കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ല മൈലേജ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഒരു 27 to 35 എന്നുള്ള റേഞ്ച് എനിക്ക് ഓക്കെയാണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് എയർ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ
ചെയിനും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൈലേജ് നമുക്ക് ഡെലിവർ ആവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡൊമിനറിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്കമിങ് വീഡിയോസിലേക്ക് നമുക്ക് ഈ ഡൊമിനറിലേക്ക് എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്, പിന്നെ എന്തൊക്കെ അപ്ഗ്രഡേഷൻസ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ കാണാം. പിന്നെ അതേപോലെ നമ്മളുടെ ട്രാവലിംഗ് വീഡിയോസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഇനി അപ്കമിങ് വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. ഓക്കെ, ബൈ.